ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ മസിൽസിലുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ഫേസിൽ കാണാറുണ്ട്. അതിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് തന്നെ കാണുന്നതാണ് ഈ ഡിംപിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിംപിൾ എന്ന് പറയുന്ന സാധനം ഇപ്പൊ പലർക്കും ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണ്, എല്ലാവർക്കും അതൊരു ഉള്ളതൊരു ഭംഗിയാണ് എന്ന് തോന്നുന്നവരുണ്ട്. അപ്പൊ ഇത് നമുക്ക് വരുത്താനൊരു സർജറി പ്രൊസീജിയറും ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു പ്രോസസ് എങ്ങനെയാണ്? ബിക്കോസ് ഇസ് ഇറ്റ് പെയിൻഫുൾ? പ്രൊസീജിയറിനാണ് ഡിംപിൾ പ്ലാസ്റ്റി അല്ലെങ്കിൽ ഡിംപിൾ ക്രിയേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതും അഗെയിൻ ഡേ കെയർ ഒരു ഓഫീസ് ബേസ്ഡ് പ്രൊസീജിയറാണ്. ആ ഒരു ഏരിയയിൽ മരവിപ്പിച്ചിട്ട് ചെറിയൊരു ഇൻസിഷൻ മുറിവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പറയുന്നത് ഡിഫക്റ്റാണ്. നമ്മൾ അഗെയിൻ മസിലൊരു ഡിഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ അകത്തെ ചർമ്മവും വെളിയിലത്തെ ചർമ്മവും തമ്മിൽ ഉള്ള ഒരു സ്കാറിങ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു നമ്മൾ ഒരു ഡിഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനീഷ്യലി ഈ ഒരു ഡിംപിൾ എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഒരു ഏകദേശം 3 months ടൈമിൽ നമ്മൾ നോർമൽ ഇരിക്കുമ്പോഴും അതേപോലെ ഡിംപിൾ കാണും. പിന്നെ അത് പതുക്കെ സ്മൈൽ ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു ഡിംപിളായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ എല്ലാ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പം അവിടെ ഒരു ഹീലിംഗ് ടൈമിൽ നമുക്ക് ഒരു എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്, നമ്മൾ ഇട്ട സ്റ്റിച്ചിൻ്റെ അതെങ്ങനെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്, പിന്നെ ചെയ്ത ടെക്നീക്ക് വെച്ചിട്ട്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൗ ലാസ്റ്റ് ഇറ്റ് ഹാഡ്. സോ ഡ്യൂറിങ് ഒരു 3 weeks to 3 months ടൈം പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുവാണെങ്കിൽ യൂഷ്വലി ഇറ്റ് ലാസ്റ്റ് ഫോർ ലോങ്. ബട്ട് ചിലർക്ക് അത് കംപ്ലീറ്റ്ലി ആ ഒരു സമയത്ത് പ്രോപ്പർ ഹീലിംഗ് കിട്ടാത്തതുകൊണ്ട് ആ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യാത്തതുകൊണ്ട് ചിലപ്പം ആ ഡിംപിളിൻ്റെ ആ കുഴി ചിലപ്പം അത് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അത് കംപ്ലീറ്റ്ലി മാഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഡോക്ടർ, ഇൻ ജനറലി കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറയുന്നത് ഇച്ചിരി എക്സ്പെൻസീവ് ആണല്ലോ, നമുക്ക് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ എന്നാലും ഐ തിങ്ക് ഈ ഡിംപിളിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വയ്ക്കുക, ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് പീപ്പിൾ കോമൺലി വോണ്ട്. അതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെ? പോക്കറ്റ് ഫ്രണ്ട്ലി ആണോ ഫോർ എ ബേസിക് കാറ്റഗറി? അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. ഏകദേശം നമുക്കതിനൊരു 10,000 to 20,000 റേറ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഈസ് അഫോർഡബിൾ ഓൺലി. പെർമനന്റ് ആണോ ഓർ ഇസ് ഇറ്റ് ഓൾസോ റിവേഴ്സിബിൾ? അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത് ഒരു റിവേഴ്സിബിൾ പ്രൊസീജിയറാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഡിംപിളിൽ നമുക്ക് ആ ഒരു സ്കാർ ടിഷ്യൂ മാറ്റിയിട്ട് നമുക്കതിന് വീണ്ടും പഴയതുപോലെ ഡിംപിൾ ഇല്ലാതെ ആക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഡിംപിൾ പ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളുടെ ഒരു ഡിംപിൾ കണ്ടു കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് മൈ ഫീൽ ലൈക്ക് ഇത് നമുക്ക് ഒരുപാട് ഫേക്ക് ആയിട്ട് തോന്നും. കാരണം ആൻഡ് ഹൗ ഇസ് ഇറ്റ് പൊസിഷൻ, അത് പൊസിഷൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡിംപിളിൻ്റെ പൊസിഷൻ ഒരു ലൊക്കേഷൻ ഉണ്ട്, അനാറ്റമിക്കൽ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് പേഷ്യൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നതെങ്കിൽ ആ ലൊക്കേഷൻ ഡിസ്കസ് ചെയ്താണ് നമ്മളത് പോയിൻ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു 3 weeks 3 months ടൈമിൽ ഇറ്റ് ലുക്സ് സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും കാണും, ഒരു അൺനാച്ചുറൽ ലുക്കായിട്ട് തോന്നും. ബട്ട് ഇവൻച്വലി പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു ഡിംപിളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി ഇറ്റ് ലുക്സ് വെരി നാച്ചുറൽ. ഡോക്ടർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഏറെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വരവിന് ശേഷം ഈ ഡിംപിൾ പ്ലാസ്റ്റി അല്ലെങ്കിൽ കോസ്മെറ്റോളജിയിലൊക്കെ ഉള്ള ഒരു സർജറീസിന്റെ ഒക്കെ എണ്ണം കൂടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു? ഡിംപിൾ പ്ലാസ്റ്റി അല്ല, മൊത്തത്തിൽ കോസ്മെറ്റിക് സർജറി ഇറ്റ് ഹാസ് എഫക്റ്റഡ്. ഇപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫേഷ്യൽ പ്രൊസീജിയറിൽ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്. ബ്ലെഫറോപ്ലാസ്റ്റി പ്രൊസീജിയർ ഇംപ്രൂവ് ചെയ്തു. നേരത്തെ റൈനോപ്ലാസ്റ്റി ആയിരുന്നു ലീഡ് ചെയ്യുന്ന ഫേഷ്യൽ കോസ്മെറ്റിക് സർജറി. ഇപ്പം ബ്ലെഫറോപ്ലാസ്റ്റി കുറേ കൂടെ കാണുന്നത്. ദ റീസൺ ഈസ് നമ്മളെപ്പോഴും നമ്മുടെ ക്യാമറ നോക്കുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതും ഇപ്പം ചെയ്യുമ്പം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോർഷനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സ്പെസിഫിക് റീസൺസ് കൊണ്ട് ഡെഫിനറ്റ്ലി ചില കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഹാസ് എ റോൾ ടു ഇൻക്രീസ് കോസ്മെറ്റിക് സർജറീസ്. ഡോക്ടർ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് കാരണം ഒരുപാട് പേര് അതാണ് സത്യം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് മിസ്ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ ഹാവ് യു ഹാഡ് എനി എക്സ്പീരിയൻസ് ദാറ്റ് ഓക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു, ഇതൊക്കെയാണ് സത്യം എന്ന് വെച്ചിട്ട് ഡോക്ടർ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും വന്നിട്ടുണ്ട്. ഇപ്പം ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പം ലൈക്ക് ദേ ക്യാൻ ബി എ സ്മോൾ കിഡ് ഫ്രം 3 years or 4 years തൊട്ട് ഈവൻ 70 years വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ പിള്ളേർ ഒരു 14-15 വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കുറേ വീഡിയോ ചെയ്യുന്ന ആളാണ്, ബ്ലോഗിങ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ എൻ്റെ എപ്പോഴും ഫേസ് ആണ് മെയിൻ എപ്പോഴും വരുന്നത്, അപ്പം അതുകൊണ്ട് എനിക്ക് ഫേസ് കംപ്ലീറ്റ്ലി മാറ്റില്ല. സോ ഹി ഹിംസെൽഫ് റിസർച്ച് what all procedures are there, and he told എനിക്ക് കണ്ണിന് ബ്ലെഫറോപ്ലാസ്റ്റി ചെയ്യണം, മൂക്കിന് റൈനോപ്ലാസ്റ്റി ചെയ്യണം, ഫേസിന് ഫില്ലേഴ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈസ് ടെല്ലിങ് ഇറ്റ്. സോ ഐ ടോൾഡ് സി യുവർ ഏജ് ഈസ് 14, just 14, and you have reasonably good face, that is your face, and what you are asking is not realistic, and probably ഇത് ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് you have no information, you should
get more informed about it, and this is not the age you should do all these things. What was his reaction to that response? So he told, okay, doctor, let me explore more about it, and then we'll try. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ഉണ്ട്. കാരണം ഇന്ന ടൈപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യൂ, ഇത് മാറും, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് എക്സസൈസ് ചെയ്യൂ, അത് ശരിയാവും. പക്ഷെ ഇറ്റ് ഡസൻറ്റ്. Problem is most of the thing, like they take it very simple. These all procedures are surgical procedures. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സീരിയസ്നെസ്സിനെ എടുത്തിട്ട് അത്രയും ആവശ്യമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റ് ആയിട്ട് അവെയർ ആയിട്ട് ഹൗ മച്ച് ഇറ്റ് ഇംപ്രൂവ്സ്, അത് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് റിയലിസ്റ്റിക് ആണോ എന്നൊക്കെ അറിവ് ഉണ്ടാക്കിയതിന് ശേഷം ഇതൊക്കെ ചെയ്യാറ്. ഓൾസോ ഡോക്ടർ, നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെയിൻ പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ വെൻ വി യൂസ് ഇറ്റ് റെഗുലർലി നമ്മുടെ തൊട്ട് മുമ്പത്തെ ജനറേഷനുണ്ട്, പേരൻസോ അതിന് മുമ്പത്തുള്ളവർ പറയും, എന്തിനാ ഈ മുഖത്ത് വലിച്ചു വരെ തേക്കുന്നത്, അതും ഇതൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ, എന്ത് ഞങ്ങൾ വെക്കണ്ടില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ റൈറ്റ് നൗ ദി കണ്ടീഷൻ, ദി വെദർ കണ്ടീഷൻ എല്ലാം ഭയങ്കര അവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണോ മോശമാണോ? ആൻഡ് ഓൾസോ അത് കുട്ടികളിൽ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഡെഫിനറ്റ്ലി വി ഷുഡ് ചൂസ് എ ഗുഡ് സൺസ്ക്രീൻ ഫസ്റ്റ് ഓഫ് ഓൾ. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി SPF ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ അപ്പം ഡെഫിനറ്റ്ലി അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെതർ കണ്ടീഷനൊക്കെ വെച്ച് നമുക്ക് സ്കിൻ ഡയറക്റ്റ് സൺലൈറ്റ് മൈറ്റ് കോസ് സ്കിൻ ഡാമേജ്. അപ്പോൾ അതിനുവേണ്ടി പ്രൊട്ടക്ഷനായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വെരി ഗുഡ്. ആൻഡ് നമുക്ക് യങ് ഏജിലും അത് യൂസ് ചെയ്യുന്നതിന് തെറ്റില്ല. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ആർ യൂസിങ് മോർ സ്ക്രീൻ നൗസ്, ലൈക്ക് ലാപ്ടോപ്സും മൊബൈൽസും എല്ലാം. അപ്പം അതിൻ്റെ റീസും ടു ആൻ എഫക്ട് സ്കിൻ. അപ്പം ഡെഫിനറ്റ്ലി ഈ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്താൽ ഇങ്ങനത്തെ റേഡിയേഷൻ ഉണ്ടാകുന്ന സ്കിൻ ഡാമേജ് കുറയ്ക്കാൻ it is really helpful. So definitely it is advisable, and എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. So just choose a good product which is more reliable. What are the chances that അത് ഗുഡ് പ്രൊഡക്റ്റ് അല്ലാതിരിക്കാൻ? That's what you should consult a dermatologist or plastic surgeon who can reliably advise you a good sunscreen product. So doctor, throughout this whole conversation we were having a lot of I got to know about a lot of things that I didn't know. അതായത് ഇപ്പോൾ നമുക്ക് മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് മിത്തുകൾ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമുണ്ട്. ആൻഡ് ഓൾസോ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല, ഇറ്റ്സ് നോട്ട് സിമ്പിൾ. സോ ടു കൺക്ലൂഡ്, what would you advise to a person who's thinking, okay, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അത് my skin is not good, അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാർ, and who is looking for surgeries, what would be your advice? So when you have told like insecurity, അപ്പോൾ insecurities affect definitely ഒരു mental healthനെ affect ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കാം. So when it hits your confidence, definitely ആൾക്ക് you can't say he is completely healthy. So നമ്മൾ ഒരാൾ ഹെൽത്തി എന്ന് പറയുമ്പോൾ he has to be physically healthy, he has to be mentally healthy, he has to be socially healthy. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ ഡെഫിനറ്റ്ലി കോസ്മെറ്റിക് സർജറി ഇറ്റ്സ് എഫക്റ്റീവ്. സോ ബട്ട് ഈ ഒരു പ്രൊസീജിയർ സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റ് ആകണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഷുഡ് ഗോ ടു എ ക്വാളിഫൈഡ് പേഴ്സൺ, എ പ്ലാസ്റ്റിക് സർജൻ, ടു നോ മോർ അബൌട്ട് ദിസ് പ്രൊസീജിയർ. പിന്നെ അത് ഉറപ്പ് വരുത്തിയ ശേഷം ആ ഒരു പ്രൊസീജിയർ വെദർ വിൽ ബി എഫക്റ്റീവ് ഫോർ ഹിം ഓർ ഹർ, ലൈക്ക് ഹൗ റിയലിസ്റ്റിക് ഷീ ക്യാൻ അച്ചീവ് ദ ഗോൾ. ഇപ്പം ചെയ്യുന്ന ആൾ വെൽ ക്വാളിഫൈഡ് ആണോ, ചെയ്യുന്ന സെൻറ്റർ, ഇപ്പോൾ ഹോസ്പിറ്റൽ സെലക്ഷൻ ഈസ് ഓൾസോ വെരി ഗുഡ്, ആ ചെയ്യുന്ന സെൻറ്ററിന് എല്ലാ ഫെസിലിറ്റി ഉണ്ടോ, എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. Okay, so I think we've come to the end of the conversation. Thank you so much for your valuable time, doctor. Thank you so much. Thank you.